പ്രമോദമൊഴി സ്തുതിഗീതമുണർത്തിടുവിൻ വരുവിൻ മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ വരുവിൻ പ്രമോദമൊഴി സ്തുതിഗീതമുണർത്തിടുവിൻ നിഖില ചരാചര നായകനാം രക്ഷകനീശനെ വാഴ്ത്തിടുവിൻ സകല കൃപാവരദായകനെ സദതം വാഴ്ത്തിടുവിൻ നിഖില ചരാചര നായകനാം രക്ഷകനീശനെ വാഴ്ത്തിടുവിൻ സകല കൃപാവരദായകനെ സദതം വാഴ്ത്തിടുവിൻ വരുവിൻ മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ വരുവിൻ പ്രബോധമൊഴി സ്തുതിഗീതമുണർത്തിടുവിൻ ബഹിത ബഹോന്നതീശ്വരനാം പ്രഭുവരനാം കൃപശ്രേഷ്ഠനവൻ മലയാഴിയുടെ ഭുവിതലവും അഴകിൽ ചാർത്തിടുവാൻ മഹിത മഹോന്നതീശ്വരനാം പ്രഭുവരനാം കൃപശ്രേഷ്ഠനവൻ മലയാഴിയുവി ഭുവിതലവും അഴകിൽ ചാർത്തിടുവാൻ വരുവിൻ മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ വരുവിൻ പ്രബോധമൊഴി സ്തുതിഗീതമുണർത്തിടുവിൻ കരകടലുന്നത ഗിരിനിരകൾ കരവിരുതോട് ചമച്ചവനാ കരുണയുടഖിലം പാലിക്കും നിരുപമ സ്നേഹസുധാ കരകടലുന്നത ഗിരിനിരകൾ കരവിരുതോട് ചമച്ചവനാ കരുണയുടഖിലം പാലിക്കും നിരുപമ സ്നേഹസുധാ വരുവിൻ മഹേശ്വരനായി ജയഘോഷമുയർത്തിടുവിൻ വരുവിൻ പ്രബോധമൊഴി സ്തുതിഗീതമുണർത്തിടുവിൻ. ഓഗസ്റ്റ് മാസം 23-ാം തീയതി തിരുസഭ വിശുദ്ധ റോസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. റോസ, റോസമ്മ, റോസലി, റോസി, ഇങ്ങനെ പല പേരുകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സ് ഏറെ പേരുണ്ട്. ആമൂസ പേര് റോസ, ഒത്തിരി പേർക്കുണ്ട്. നമുക്ക് അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവമേ വിശുദ്ധ ബലിയെ പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ട്. അവരെയും നമുക്ക് പ്രത്യേകമായ ആനന്ദം സമർപ്പിക്കാം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങളും ആവശ്യങ്ങളും അവസ്ഥകളും കർത്താവിൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അവസരങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം ഒരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുവൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും ഭക്തനു
ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നു വാഴും, അവനോടൊത്തു ഞാൻ നടന്നീരും. അവന്റെ ഭവനത്തിൽ ഞാനെന്നു വാഴും, അവനോടൊത്തു ഞാൻ നടന്നീരും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥനെന്നെ മേയ്ക്കും. സമൃദ്ധമായ പുൽത്തകിടികളിൽ നാഥനെന്നെ മേയ്ക്കും. നിത്യനിർമ്മല നീരുറവയ്ക്കൽ അവിടുന്നല്ലേ ആലയിക്കും. നിത്യനിർമ്മല നീരുറവയ്ക്കൽ അവിടുന്നല്ലേ ആലയിക്കും. അവിടുന്നല്ലേ ആലയിക്കും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. നാഥനല്ലേ ബലപ്പെടുത്തിയിടും, അവിടുന്നല്ലേ നയിച്ചിടും. നാഥനല്ലേ ബലപ്പെടുത്തിയിടും, അവിടുന്നല്ലേ നയിച്ചിടും. മരണത്തിൽ തണുത്ത താഴ്വരയിലും ഭീതിയിൽ എനിക്കൊരു നാളും. മരണത്തിൽ തണുത്ത താഴ്വരയിലും ഭീതിയിൽ എനിക്കൊരു നാളും. ഭീതിയിൽ എനിക്കൊരു നാളും. കർത്താവെന്നും എന്റെ ഇടയൻ, കുറവില്ലൊന്നും എനിക്കിവിടെ. അവന്റെ ഭവനത്തിൽ ഞാനെന്നു വാഴും, അവനോടൊത്തു ഞാൻ നടന്നീരും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാവുന്ന
അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും ശ്രദ്ധാവാകുന്നു, സകലത്തിന്റെയും നാഥായനേക്കും. സർവാധിപനായ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോദാനോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മറ്റൊരു നിത്യമഹോന്നതമാം ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായനേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ സഹോദരരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 29-ാം അധ്യായം 19 മുതൽ 24 വരെ വാക്യങ്ങൾ ഒരു സഹോദരനെ അനുഗ്രഹിക്കുന്നു. ശാന്തശീലർക്ക് കർത്താവിൽ നവ്യമായ സന്തോഷം ലഭിക്കും. ദരിദ്രർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കും. നിർദ്ദയർ അപ്രത്യക്ഷരാകുകയും നിന്ദകർ ഇല്ലാതാവുകയും തിന്മ ചെയ്യാൻ നോക്കിയിരിക്കുന്നവർ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യും. അവർ ഒരുവനെ ഒരു വാക്കിൽ പിടിച്ച് കുറ്റക്കാരനാക്കുകയും നഗരകവാടത്തിലിരുന്ന് ശാസിക്കുന്നവനെ കെണിവെക്കുകയും അടിസ്ഥാനരഹിതമായ വാദം കൊണ്ട് നീതിമാനെ നീതി നിഷേധിക്കുകയും ചെയ്യുന്നു. അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിന്റെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്യുന്നു. യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, ഇനിമേൽ അവന്റെ മുഖം വിവരണമാവുകയില്ല. ഞാൻ ജനത്തിന്റെ മധ്യ ചെയ്ത പ്രവർത്തികൾ കാണുമ്പോൾ അവന്റെ സന്തതി എന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിന്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ അവർ നിലകൊള്ളും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങി വരും. ചെറുപുറത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. എന്റെ സഹോദരരെ, ഇത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യം ഒരു ആശ്രയം. സഹോദരരെ, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഉള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു.
ഞങ്ങളുടെ ഉപദേശം അബ്ദത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല. സുവിശേഷം പരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല, അത്യാഗ്രഹത്തിന്റെ പുറംകുപ്പായം ധരിച്ചിട്ടുമില്ല. അതിന് ദൈവം തന്നെ സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല. ധാത്രി കുഞ്ഞുങ്ങളെ പരിചരിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാറി. നിങ്ങളോടുള്ള അതീവ താല്പര്യ നിമിത്തം ദൈവത്തിന്റെ സുവിശേഷം മാത്രമല്ല, ഞങ്ങളുടെ ജീവനെ തന്നെയും നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി. കാരണം നിങ്ങൾ അത്രമാത്രം ഞങ്ങളുടെ വാത്സല്യജനങ്ങളായിരുന്നു. സഹോദരരെ, ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപകൽ അധ്വാനിച്ചു. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവകവും നിഷ്കളങ്കവുമായിരുന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവ് മക്കളെ എന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അത് തന്റെ രാജ്യത്തിലേക്കും മഹത്വത്തിലേക്കും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായ വിധം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. സത്യവചനം നിത്യവചനം ബലിലക്ഷയം തിരുവചനം. സത്യവചനം നിത്യവചനം ബലിലക്ഷയം തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 17, 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ജെറൂസലമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവേ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമറിയാക്കാരനായി. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒന്നാം വായന അബ്രാഹത്തെ രക്ഷിച്ച ദൈവത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രവാചകൻ യാക്കോബിന്റെ ഭവനത്തിന് നൽകുന്ന വലിയ സംരക്ഷണത്തിന്റെ അനുഭവങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യാക്കോബ് ലജ്ജിതനാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. യാക്കോബിന്റെ മുഖം വിവർണമാകാൻ
അനുവദിക്കുകയില്ല എന്നുള്ള പ്രതീക്ഷയുടെ സന്ദേശം. തുടർന്ന് അനുതാപത്തിന്റെയും തിരിച്ചുവരവിന്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ നൽകുകയും വെറുതെറുത്തിരുന്നവർ ഉപദേശം സ്വീകരിക്കും. അങ്ങനെ തിരിച്ചു വന്ന് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അനുഭവം. പ്രത്യേകിച്ചും ഈ വചനഭാഗം ഇന്ന് നമുക്ക് ഒത്തിരി ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാകട്ടെ. ഒത്തിരിയേറെ അസ്വസ്ഥതകളുടെ നടുവിലാണ് രോഗത്തെക്കുറിച്ചുള്ള ആകുലതകൾ. COVID-19 പടിവാതിക്കലില്ല, മുറ്റത്ത് തന്നെ വാതിക്കലെത്തിക്കഴിഞ്ഞു, ഗേറ്റ് കടന്നു, മുറ്റത്തെത്തി. ഇതാ വീടിന്റെ അകത്തുള്ള ആൾക്ക് തന്നെ ഉണ്ടോ എന്ന് സംശയം തോന്നുന്നതൊക്കെ വിധത്തിലാണ്. ഒരു കൂട്ടുകാരന് രോഗം വന്നു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം ആകെ അസ്വസ്ഥരാകുകയാണ്. അപ്പൊ ഈ അസ്വസ്ഥതകളുടെ നടുവിലോ വിഭ്രാന്തികളുടെ നടുവിലോ നിൽക്കുന്ന മനുഷ്യർക്ക് കർത്താവ് തരുന്ന വലിയ ആശ്വാസമാണ്. അബ്രാഹത്തെ രക്ഷിച്ച ദൈവം, ഇന്നലകളിൽ നമ്മെ രക്ഷിച്ച ദൈവം ഇന്നും നമ്മെ രക്ഷിക്കും. നീ കർത്താവിലേക്ക് തിരിയുക, അവന്റെ സംരക്ഷണ വലയത്തിലോ അവരോട് ചേർന്ന് ശാന്തമായി സ്വസ്ഥമായി സമാധാനമായിട്ട് നീങ്ങിക്കൊള്ളുക. അവിടുത്തെ ഉപദേശം സ്വീകരിക്കാൻ സാധിക്കട്ടെ. ലേഖനത്തില് പൗലോസപ്പോസ്തലൻ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അവരുടെ ജീവിതത്തിലോ പീഡനങ്ങളുടെ നടുവില് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതേസമയം തന്നെ ദൈവത്തിന്റെ മഹത്വമാണ് തേടിയത്, ദൈവത്തിന്റെ പ്രശംസയാണ് തേടിയത്. മനുഷ്യരുടെ പ്രശംസ ഒരിക്കലും തേടിയിട്ടില്ല. നമുക്കും തേടാനുള്ളത് തന്നെയാണ്. ദൈവത്തിന്റെ പ്രശംസ തേടുക, മനുഷ്യരുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ പ്രശംസ കിട്ടത്തക്ക വിധത്തിലോ ദൈവസന്നിധിയിൽ സ്വീകാര്യരാകത്തക്ക വിധത്തിലോ ജീവിക്കാൻ ഇനി ഓരോ കാര്യങ്ങളെ കുറിച്ചും രാത്രി കുഞ്ഞുങ്ങളെ പൂറ്റുന്നത് പോലെ പരിപാലിക്കുന്നത് പോലെ അപ്പൻ മക്കളെ ശാസിച്ച് തിരുത്തി കൊണ്ടു നടക്കുന്നത് പോലെയൊക്കെ സുവിശേഷ വേലയിൽ തങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒരപ്പനെ പോലെ അമ്മയെ പോലെ മറ്റുള്ളവരെ സുവിശേഷത്തിലേക്ക് രൂപപ്പെടുത്തുന്ന പ്രക്രിയയിൽ ഏർപ്പെടാനായി കൈത്താക്കാലത്ത് കർത്താവ് നമ്മെ പ്രത്യേകം ക്ഷണിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകളൊക്കെ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ ആയിത്തീർന്നുകൊണ്ട് മറ്റുള്ളവരെ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ പരിശീലിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും സാധിക്കും. സുവിശേഷം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. 10 കുഷ്ഠരോഗികളുടെ അനുഭവമാണ്. അത് വീണ്ടും ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ തരുന്നതാണ്. കുഷ്ഠരോഗിയെ ആൾക്കാർ മാറ്റി നിർത്തുന്നു. കൊറോണ വൈറസ്, കോവിഡ് വ്യാപനം, കോവിഡ് രോഗി എന്ന് കേട്ട് കഴിഞ്ഞാൽ അയലോക്കക്കാർ പോലും മാറ്റി നിർത്തുന്ന, വീട്ടുകാർ പോലും മാറ്റി നിർത്തുന്ന എത്ര കഥകൾ നമ്മൾ കേൾക്കുന്നു. ഇനി ഈ രോഗാവസ്ഥയിൽ എല്ലാവരാലും ഒഴിവാക്കപ്പെടുന്ന, എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന, എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് തങ്ങൾക്ക് തന്നെ കാരണമാകുന്ന സാഹചര്യങ്ങളില് ഒരു ക്വാറന്റൈൻ അവസ്ഥയിലൊക്കെ കഴിയുന്ന മക്കളാണ്. ഇവര് നാനാജാതി മതസ്ഥരാണ്. അതിന്റെ സൂചനയാണ് സമരിയക്കാരും യഹൂദരും ഒന്നിച്ചു വസിക്കാറില്ല. ഇതാ ഇവര് സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ ഈശോ പോകുമ്പോൾ ഈ കുഷ്ഠരോഗികൾ ഒരുമിച്ച് വസിച്ച ഗ്രാമത്തിലൂടെ ഈശോ കടന്നു പോവുകയാണ്. ഈശോ ആ ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മള് ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ ഒഴിവാക്കിയാലും, ആരൊക്കെ ഭയപ്പെട്ടാലും, ഏതെല്ലാം സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും അതിന്റെ നടുവിലൂടെയൊക്കെ വരുന്ന ഒരു തമ്പുരാൻ കർത്താവ് നമുക്കുണ്ട്. ആരെയും മാറ്റി നിർത്താത്ത, എല്ലാവരെയും സ്പർശിക്കുന്ന, എല്ലാവർക്കും സ്പർശിക്കാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിലോ നമുക്ക് കർത്താവിന്റെ അരികിലേക്കുമല്ല, കർത്താവ് നമ്മുടെ അരികിലേക്ക് വരുന്നു. അവനെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ കുഷ്ഠരോഗികൾ ചെയ്തതുണ്ട്. അവര് 10 പേരും സ്വരമുയർത്തി യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. ഒരേ സ്വരത്തിൽ ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ കുഷ്ഠരോഗികളോ ഇന്ന് നമുക്ക് പ്രേരണ പകരുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ. ഇതാ അവര് നമ്മുടെ ഇടയിലൂടെ യേശു കടന്നു പോകുന്നുണ്ടോ? വേദനിക്കുന്ന മനുഷ്യന്റെ അരികിലൂടെ ആശ്വാസം നൽകിക്കൊണ്ടോ, സൗഖ്യം നൽകിക്കൊണ്ടോ, പ്രതീക്ഷ നൽകിക്കൊണ്ടോ ഈശോ കടന്നു പോകുന്നു. അപ്പൊ ഈ രോഗത്തിന്റെ പരിഭ്രാന്തിയില് നമ്മള് തിരിച്ചറിഞ്ഞു. 1-ാം വായനയില് അബ്രാഹത്തെ രക്ഷിച്ച ദൈവം, ഇസ്ഹാക്കിനെ പരിപാലിച്ച ദൈവം,
ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. നാം കുർബാനയുടെ ഇടയിൽ ഒത്തിരി ആവേശത്തോടെ പാടി പ്രാർത്ഥിക്കാറുണ്ട്. അബ്രഹാത്തിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ശക്തനായ ദൈവമേ. ഈ ദൈവം നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരുന്നുണ്ട്. അവന് വിളിച്ചപേക്ഷിക്കാനായിട്ട്, സകല മനുഷ്യർക്കും വേണ്ടി വിളിച്ചപേക്ഷിക്കാനായിട്ട് ഇന്ന് കർത്താവ് നമ്മളെ ഈ ബലിയിൽ ഒന്നിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഇടയിലൂടെ കടന്നു വരുന്ന കർത്താവിനെ വിശ്വാസത്തോടെ വിളിച്ചപേക്ഷിക്കാം. ഇനി ഈശോ അവരോട് പറയുന്നത് ഇതാ, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും. ഈശോ അന്നത്തെ രീതിയും ശൈലിയും അനുസരിച്ച് അവരെ പറഞ്ഞു വിടുകയും. ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് തിരിച്ചറിയുന്നു, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. പോകും വഴി. അപ്പൊ കർത്താവ് നമുക്ക് സൗഖ്യം തരുന്ന അനുഭവങ്ങളെ തിരിച്ചറിയാനായിട്ട് ഓർമ്മപ്പെടുത്തുക. മരുന്ന് കഴിക്കുന്നുണ്ടോ, സാമൂഹ്യ അകലം പാലിക്കുന്നുണ്ടോ, മാസ്ക് ധരിക്കുന്നുണ്ടോ, ഇങ്ങനെ പലതും നമ്മൾ ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ കർത്താവ് തരുന്ന സൗഖ്യം, ഈ സൗഖ്യം തരുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയണം. ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും ആരോഗ്യ പ്രവർത്തകരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. അവരിലൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വഴിയിൽ ദൈവം തരുന്ന സൗഖ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു തിരിച്ചുവരവിനുള്ള ക്ഷണവും കൂടെ ഇന്ന് കിട്ടുകയാണ്. ഇന്ന് ഈ ലോകത്തിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിന്റെ വഴിത്താരകളിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. ഈ പോകുന്ന വഴിയെ കിട്ടുന്നതാകൊണ്ട് പലതും നമ്മൾ അറിയുന്നില്ല. വഴിയെ കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നാം അറിയാതെ വഴിയിൽ കിട്ടുന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് തിരിച്ചുവരവിലാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങളുമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ആരാണ് തന്നത്, എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും അറിയാറില്ല. ചിലപ്പോൾ ഈ രോഗം വരുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ആരോഗ്യദാതാവിനെ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. ആയുസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ ആയുസ് തന്നവനെ നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് എല്ലായ്പ്പോഴും തിരിച്ചു വരാനും, ഇതാ കൃതജ്ഞത കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ ജീവിതം ഓരോ നിമിഷവും ജീവിപ്പാനും നമ്മളെ ഇന്ന് കർത്താവ് ക്ഷണിക്കുന്നു. ആറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. കർത്താവിന്റെ മുമ്പിൽ കൃതജ്ഞതാ സ്തുതികളോടെ നമുക്കായിരിക്കാം. കുർബാനയിൽ ഒത്തിരി വട്ടം ആവർത്തിച്ച് നമ്മൾ അവിടത്തേക്ക് നന്ദി പറയുന്നുണ്ട്. യൂക്കറിസ്റ്റ് അത് താങ്ക്സ് ഗിവിംഗ് ആണ്, നന്ദിയുടേതാണ്, കൃതജ്ഞതയുടേതാണ്. നമുക്ക് ആത്മാർത്ഥമായി ദൈവം ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും ഓരോ അംശത്തിലും തരുന്ന എല്ലാ സംരക്ഷണത്തിനും, ദൈവം തരുന്ന പരിപാലനയ്ക്കും, ദൈവം തരുന്ന അനുഗ്രഹത്തിനും അവസരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദിയല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാനില്ല. മുഴുവൻ നന്ദിയോടെ, മുഴുവൻ സ്തോത്രങ്ങളോടെ നമുക്ക് ജീവിക്കാം. ഈ കുർബാന നമ്മുടെ കൃതജ്ഞതാ പ്രകാശനത്തിന്റെ നിറവിലായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും എന്റെ ജീവിതദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായെയും അതിരൂപത മെത്രാപ്പൊലീത്തൻ വികാരിയെയും മഹാരാജനികരിയിൽ മെത്രാപ്പൊലീത്തായെയും എല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്നേഹന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളേവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. സർവവും കാണിക്കയാ സ്വീകരിക്കേ നൈവേദ്യമാ അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമായി. ഉയരുമി കാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. ഉയരുമി കാസയിൽ അർച്ചനയാ ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. ഹരിവോടെ നാഥ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയായി കൈക്കൊള്ളണേ. കർത്താവായ ദൈവമേ, ഈ കാഴ്ച വസ്തുക്കളോടൊപ്പം ഞങ്ങളുടെ ഹൃദയങ്ങളും ഉയർത്തി തിരുസന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രത്യേക നിയോഗങ്ങളും തിരുമുമ്പിലേക്ക് തരുക. കർത്താവേ, രോഗബാധിതരായവരുടെ എണ്ണം അനുനിമിഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഏകസ്വരത്തിൽ നിന്നെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരുന്നു കൊണ്ട് അങ്ങയുടെ കരസ്പർശം ഞങ്ങളുടെ മേൽ ഈ നിമിഷം നൽകുവാൻ തിരുമനസ്സാകണമേ. ഈ വഴിയിൽ ഞങ്ങൾ എല്ലാവരും സുരക്ഷിതരാകട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം തരുന്ന നിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പത്തിലും ലേഖനം രോഗികളായിട്ടുള്ളവരെയും രോഗശാന്തികൾ കഴിയുന്നവരെയും ലോകം മുഴുവനെയും നിന്റെ കരങ്ങളിലേക്ക് അങ്ങേക്ക് ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ കഴിയും. കുഷ്ഠരോഗികളോട് കരുണ തോന്നി അവരെ സൗഖ്യപ്പെടുത്തി ഞങ്ങളെല്ലാവരെയും സൗഖ്യപ്പെടുത്തുകയായി. കർത്താവേ, അങ്ങേ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരാത്തവരെയും അങ്ങ് സൗഖ്യപ്പെടുത്തി അയച്ചല്ലോ. കർത്താവേ, ഞങ്ങളുടെ നന്ദിഹീനതകളോട് കരുണാപൂർവ്വം ക്ഷമിക്കണമേ. ഇതിലേക്ക് തിരിച്ചു വരാത്ത ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. സകലരെയും സൗഖ്യപ്പെടുത്തണമേ, സകലരെയും സമാശ്വസിപ്പിക്കണമേ, സകലരെയും സംരക്ഷിക്കണമേ. കർത്താവേ, നിന്റേതായി ഞങ്ങളെല്ലാവരെയും രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ പെറുപെറുപ്പുകൾ അവസാനിപ്പിക്കട്ടെ, നിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കട്ടെ, നിന്നിലേക്ക് തിരിച്ചെത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കന്യ മേരിയേ സ്നേഹമോ തോർത്തിടാ അൾത്താരേ. കന്യാമേരികൾ ദിവ്യവല്ലഭനേ വിനയമോടു വാഴ്ത്തിടാം അൾത്താരേ. ഭാരതത്തിൻ സ്ലീഹായ മാർത്തോമ സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. ശ്രീകന്മാരേ, ധന്യ രക്തസാക്ഷികളേ, ശാന്തി ഭൂമിയിൽ കൈവരാൻ പ്രാർത്ഥിക്കാം.
മഹിമയോടെ ദിവ്യ സന്നിധിയാകും കാന്തി അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകേണം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും എല്ലാ സൃഷ്ടികളെയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നീങ്ങി കന്യാകുമാരിയിൽ സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായി ശരീരത്തിലുയർപ്പും നിത്യായുസ്സിനുള്ളവരെയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ പാത്രേക്കന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, ഒത്തിരി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചു പ്രാർത്ഥിക്കുകയും വിഷയുടെ സ്നേഹിതരും വിശ്വാസികളും എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ ഭരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിഷയുടെ കൃപയാലിവേ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സുഖരാജ്യത്തിൽ എത്തിച്ചവരും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ഒന്നാമത്തെ കൃതജ്ഞതാ സ്തോത്ര പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടും കൂടെ കത്താതെ നിങ്ങളെ ഇവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിങ്ങളെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിയുമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമ്മതമാകുന്നതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും
ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ. സ്വർഗ ചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. അബ്രഹാമിൻ ദൈവമേ, ഇസ്ഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ. ഹൃദയവേദികൾ തുറന്നങ്ങെ വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാ ഈശനു ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥൻ കാഴ്ചവയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടു ഹിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടു ഹിതമായതു ചെയ്തിടേണം. സമാധാനത്തോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ഗോവന്മാരോടും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. വിണ്ടലനാഥ ഓശാന ഓശാന ഓശാന, മഹിതലനാഥ ഓശാന ഓശാന ഓശാന, വിണ്ടലനാഥ ഓശാന ഓശാന ഓശാന, മഹിതലനാഥ ഓശാന ഓശാന ഓശാന. സർവ്വജനായ സൃഷ്ടാവേ, പരിപാലകനേ വാഴ്ത്തിടാം. സർവ്വജനാചര സൃഷ്ടാവേ, പരിപാലകനേ വാഴ്ത്തിടാം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു.
അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ ഇടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ ദുർക്കരങ്ങളിൽ അപ്പമെടുത്തു സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ചു ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടോ അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്തു. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവവും സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെയും അതിരൂപതയുടെയും അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി അതിരൂപത മെത്രാപ്പൊലീത്ത വികാരിമാർ ആഴ്ചയിൽ കഴിയുന്നതാണ്. കരിസ്മാറ്റിക് കമ്മീഷൻ പിതാക്കന്മാർക്ക് വേണ്ടി മറ്റെല്ലാ പിതാക്കന്മാർക്കും വേണ്ടി പുരോഹിതന്മാർ, സന്യാസികൾ, പുരോഹിതാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ഏകസ്ഥർ, വിവാഹിതർ, സമർപ്പിത ശുശ്രൂഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രോഗി ശുശ്രൂഷകർ, സാമൂഹ്യ പ്രവർത്തകർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നവർക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാമെന്ന് വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും പ്രത്യേകിച്ചും വിശുദ്ധ റോസയുടെ ബഹുമാനത്തിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും, ഈ ബലിയിൽ ആത്മനാ പങ്കുചേരുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും,
ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരാണ്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരാണ്, കർത്താവെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്നു, പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, രോഗഭയങ്ങളിൽ കഴിയുന്നവർ, കർത്താവെ സമ്പർക്കങ്ങളിൽ ആയിത്തീരുന്നവരാണ്. കർത്താവെ മറ്റെല്ലാ പ്രത്യേക നിയോഗങ്ങൾക്കും തിരുസന്നിധിയിൽ ഞങ്ങൾ ഉയർത്തുന്ന മറ്റ് പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോ വിശുദ്ധമായ ബലിപീഠത്തിന്റെ അങ്ങയുടെ ഭക്ഷിക്കന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ഞാവറിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി നടത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, പരിപൂർണമായി ഞങ്ങൾ അങ്ങിലേക്ക് മടങ്ങി വരട്ടെ. അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങൾ പരുവപ്പെടുത്തപ്പെടട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങൾ ചോദിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുനിമിഷം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുകയും നിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി എന്ന് നിന്നോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് അങ്ങാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങിലേക്ക് ഞങ്ങൾ എല്ലായ്പ്പോഴും മടങ്ങി വരട്ടെ. ഓ കർത്താവെ, നിന്റെ ആത്മാവിനാൽ നിരന്തരം ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുകയും നിരന്തരം ചലിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അങ്ങ് ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചു ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെയുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധവനോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായി അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കും. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യവും ജീവിക്കുകയും ചെയ്യും. ആത്മാവിൻ ഭോജനമേ, ആരാധന മാത്രമേ, ആരാധന മാത്രമേ. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിന്തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിന്തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്ങാനും മടങ്ങിയിടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോളമാകുന്ന ശരണത്തോടെ അപരാധമെന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സാലത്തിന്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. നീക്കണമേ
നീക്കിനീതാന്തം ഹൃദയം അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദൈവരഹസ്യം വിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ആത്മാവിൽ പരിരക്ഷണവിധി ദിനവും തിരുമയും. അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിലും അതുപോൽ ജീവനും കാരണം ആയിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകരങ്ങൾ മായ്ക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മെ രക്ഷിക്കുന്ന ദൈവം നമ്മെ നമ്മുടെ മുഖത്തെയും വിവരണമാകാൻ അനുവദിക്കാത്തൊരു ദൈവം. ആ സ്വർഗീയ പിതാവിനെ നമുക്ക് ഒന്നിപ്പിച്ച് ചേർന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ദൈവമേ, നല്ലവനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ദിനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിവർത്തിക്കുന്ന നമ്മെ സ്നേഹത്തിലായി കൈകൊള്ളുന്ന സഭയുടെ പരിവേദിയിൽ തന്റെ കർത്താവായ ഈശോയെ അങ്ങേ സ്വീകരിക്കാനായി ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അറിയുന്നല്ലോ. കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന, കുഷ്ഠരോഗികളുടെ പ്രാർത്ഥന കേട്ട അവരെ സൗഖ്യപ്പെടുത്തി അങ്ങയുടെ മുമ്പിൽ ഇതാ അങ്ങയെ കാക്ഷിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഓരോരുത്തരിലേക്കും അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ എന്നും നിന്നോട് ചേർത്ത് നിർത്തണമേ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവിന്റെ ബലിപീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ്ത സന്താനങ്ങളായി വർത്തിക്കുവാൻ ഈ ജീവികുദാശ സഭയെ ശക്തരാകട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും കടം പ്രവർത്തിക്കും നിത്യജീവനും കാണും. മിശിഹായുടെ ശരീരം മിശിഹായുടെ ശരീരവും രക്തവും കടം പ്രവർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ.
ഭക്തി വിശ്വാസ പൂർവ്വതും ഞങ്ങൾ കൈക്കൊണ്ടോയി രഹസ്യങ്ങൾ ഉന്നതൻ യുഗരാജാവായിരും കന്യക സുനനേശ്വരേ ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെയും സാദൃശ്യം വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സംഗേനം തേടിയോ നിന്റെ വാത്സലീലങ്ങളാൽ പാപ ഭോജനം നേടി ധന്യരാം വാരമേഘത്തിൽ നീവരും നാളിൽ നിന്നെ നിരപ്പില്ല നിന്നെ മുൻപിൽ വരാറുവാനവർ വൃന്ദമൊത്തു നിരന്തരം നിൻ സ്തുതിഗീതം ആലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതിഗീതം ആലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. പരിശുദ്ധാത്മാവിന്റെ സുസ്ഥിരവും പരിശുദ്ധവും ജീവിതായവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയുടെ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന്റെ സ്തുതിയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെ കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവ്യ രഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി അങ്ങേക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടുകൂടെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. മാമോദിസ വഴി ദൈവിക ജീവനിൽ നമ്മെ പങ്കുകാരാക്കുകയും വചനത്താലും ദിവ്യ രഹസ്യങ്ങളാലും നമ്മെ സമ്പന്നരാക്കുകയും ചെയ്ത കർത്താവും രക്ഷകനുമായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് നമ്മെ ശക്തരാക്കട്ടെ. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അധിഷ്ഠിതമായി ജീവിതം നയിച്ച സഭയെയും സമൂഹത്തെയും സമ്പന്നമാക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്താലും ശരീര രക്തങ്ങളാലും പരിപുഷ്ടരായ നമ്മെ ദൈവിക ജീവന്റെ പൂർണ്ണതയിലേക്ക് അവിടുന്ന് നയിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി.
അങ്ങേ പുരോഹിതരെ പരിശുദ്ധ പരമാധികാരത്തിന് പരിശുദ്ധ പരമാധികാരത്തിന് കേൾക്കുന്നു പാടിനം മേരിയൻ സ്തോത്രം. ആവേ 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 മരിയ ആവേ 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 മരിയ മകത്തിനാദിൻ സ്വന്തമമ്മേ ഓ മേരി നിർമ്മലേ തൃക്കന്മാർ തന്നെ ആവേ ആവേ